സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ ബി.ജെ.പി കേരളത്തിൽ നിയമിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആവശ്യം കഴിഞ്ഞ് കറിവേപ്പില പോലെ തള്ളി ബി.ജെ.പി. ബീഹാർ ഗവർണർ സ്ഥാനത്ത് നിന്നും കാലാവധി കഴിയാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ കേന്ദ്ര സർക്കാർ നീക്കിയത്. മറ്റു പലർക്കും പകരം ചുമതലകൾ നൽകിയപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ എവിടെയും പരിഗണിച്ചില്ല. ഗവർണർ പദവിയിലിരിക്കെ കേരള സർക്കാരിനെതിരെ രാഷ്ട്രീയ കടന്നാക്രമണം നടത്തിയ ഗവർണർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. I won't talk to anybody from Kerala. If any camera is there, I will walk away. I don't want to talk to you. Get out. Kannur has this bloody history where they have been killing each other. They are criminals, and criminals always have feet of clay. കേരളത്തിൽ ഗവർണർ പദവിയിലിരിക്കെ ബി.ജെ.പിയുടെ സ്വരമായി മാറിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഒടുവിൽ അധികാരമില്ലാതെ പുറത്തേക്ക്. കേരളത്തിൽ നിന്നും ബീഹാറിലേക്ക് ഗവർണറായി നിയമിച്ചെങ്കിലും കാലാവധി കഴിയും മുമ്പേ കേന്ദ്രം ഗവർണർ സ്ഥാനത്തു നിന്ന് നീക്കി. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനുൾപ്പെടെ തമിഴ്നാടിന്റെ അധിക ചുമതല നൽകി. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാനെ എവിടെയും പരിഗണിച്ചതേയില്ല. ഗവർണർ പദവിയിലിരിക്കെ കേരള സർക്കാരിനെതിരെ രാഷ്ട്രീയ ആക്രമണം നടത്തിയ ഗവർണർക്ക് കോടതിയിൽ നിന്നടക്കം തിരിച്ചടികളുണ്ടായി. സർവകലാശാല ചാൻസലറായിരുന്ന ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യുകയും വിദ്യാർത്ഥികൾക്കെതിരെ തെരുവിൽ ഗുണ്ടായിസത്തിനിറങ്ങി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കം കാവ്യവൽക്കരിക്കുകയെന്ന ബി.ജെ.പിയുടെ അജണ്ട നടപ്പിലാക്കാൻ ബോധപൂർവമായ ശ്രമമാണ് അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത്. ബി.ജെ.പിക്ക് വേണ്ടി രാഷ്ട്രീയ വിടുവേല ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാനെ കാലാവധി തികയും മുമ്പേ ബീഹാർ ഗവർണർ പദവിയിൽ നിന്ന് നീക്കിയതും കനത്ത തിരിച്ചടിയാണ്. അധികാരത്തിനു വേണ്ടി 9 തവണ പാർട്ടി മാറിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ഏതു പാളയത്തിലേക്ക് ചുവടുമാറ്റം നടത്തുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.